നമ്മളെ ബ്രാൻഡ് നെയിം V3 ബാഗ്സ്. നമ്മൾ മേപ്പാടിയുണ്ട്, കൽപ്പറ്റയുണ്ട്. മേപ്പാടി വരുന്നത് നമ്മളെ ബസ് സ്റ്റാൻഡിലാണ്. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന മോഡലുകൾ. ഇവിടെ V3 എല്ലാവരും സ്ക്രീൻ പ്രിൻ്റാണ് ചെയ്യുക. നമ്മൾ എംബ്രോയ്ഡറി വർക്കാണ് നമ്മളെ നെയിം ഇതിലൊക്കെ ചെയ്തിട്ടുള്ള ഈ ബാഗിൽ. ഏറ്റവും കൂടുതൽ ക്വാളിറ്റിയിൽ, ജനങ്ങളിലേക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ, അതായത് കടക്കാർക്ക് നമ്മൾ കൊടുക്കുന്ന ഹോൾസെയിൽ പ്രൈസിൽ ജനങ്ങളിലേക്ക് നമ്മൾ ഈ ബാഗ് എത്തിച്ചു കൊടുക്കുക. 2 വർഷം 3 വർഷം നിങ്ങൾക്ക് സുഖമായിട്ട് ഈ ബാഗുകളൊക്കെ ഉപയോഗിക്കാൻ കഴിയും. അത്രയും നല്ല ക്വാളിറ്റിയിലാണ് നമ്മളിത് അടിച്ചിട്ടുള്ളത്. ഇനി ബാഗിൻ്റെ ക്വാളിറ്റികളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഇത് സൈഡ് ബാഗാണ് നമ്മളെ. ഈ സൈഡ് ബാഗ് എന്ന് പറഞ്ഞാൽ കടയിലൊന്നും ഇവർക്ക് ഇത്ര വലിപ്പമുള്ള നോട്ട് ബുക്ക് കൊള്ളൂല. നോട്ട് ബുക്ക്, ഇത്ര വലിയ നോട്ട് ബുക്ക് പോലും കോളേജിലേക്കാണ് കൂടുതലായിട്ട് ഈ സൈഡ് ബാഗ് ഉപയോഗിക്കൽ. ഈ നോട്ട് ബുക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കുക, സുഖമായിട്ട് ഇത്രയും വലിയ ബാഗ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനും സുഖമായിരിക്കും. നോട്ട് ബുക്ക്. ഇതാണ് നമ്മളെ ബ്രാൻഡഡ് നെയിം, ഇതിമ പേര്. ഈ ബാഗ് ഇത് ഈ സൈഡിൽ നമ്മളെ ലേബിളും കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്പറുണ്ട്. നമ്മളെ മേപ്പാടി ബ്രാൻഡ് V3 ബാഗ്സ്, അതിൻ്റെ നമ്പർ പോലും ഇതിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മളെ സൈഡ് ബാഗ്. അടുത്ത് വരുന്നത് ഇതിപ്പോൾ നമ്മളെ ലേഡീസിൻ്റെ ചാർലി ബാഗ് എന്ന് പറയും. ചാർലി ബാഗിൻ്റെ ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കൈ പോണ ഒരു പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ കസ്റ്റമറിന് വരുന്നത്. അതിന് നമ്മൾ എന്താക്കി, സ്ട്രാപ്പ് അടിയിൽ കൊടുത്തിട്ടാണ് നമ്മൾ എന്താക്കിയില്ല, മേലെ ഒരു പീസ് വെച്ച് അടിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയും ക്വാളിറ്റിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. അതിന്മേൽ തന്നെ നമ്മളെ നമ്പറും പേരും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മളെ ബ്രാൻഡ് നെയിം കൊടുക്കാൻ കഴിയില്ല. അതിന് നമ്മൾ വെറുതെ ഒരു സ്റ്റിക്കറായിട്ടുള്ള ഒരു ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ സ്കൂൾ ബാഗുകളാണ്. സ്കൂൾ ബാഗിൽ വരുന്നത് ഇത് നമ്മൾ 5ാം ക്ലാസ്സിലേക്കൊക്കെ ഉള്ളതാണ്. 4 കള്ളി വരുന്നുണ്ട്. ബാഗിന് 4 കള്ളിയായിട്ട് വരുന്നത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഡബിൾ ലെയറായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതെന്താ വെച്ചാൽ വെള്ളം നനയാതെ വെക്കാൻ, ബാഗിന് വെള്ളം നനയാത്തൊരു പ്രശ്നം ആളുകൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഡബിൾ ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാഗിൻ്റെ ഏറ്റവും കൂടുതൽ പോണ ഭാഗം ഇവിടെയൊക്കെ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ സ്റ്റിച്ചും ചെയ്തിട്ടുണ്ട്. ഇതവിടെ ഒരു പീസ് വെച്ച് എക്സ്ട്രാ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഈ ക്ലിപ്പാണ് ഏറ്റവും കൂടുതൽ പൊട്ടിപ്പോണത്. ഈ ക്ലിപ്പൊക്കെ നമ്മൾ അത്രയും ക്വാളിറ്റിയുള്ള ക്ലിപ്പുകളാണ് ഈ ബാഗുമ്മേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത് വരുന്നത് നമ്മൾ എക്സിക്യൂട്ടീവ് ബാഗാണ്. എക്സിക്യൂട്ടീവ് ബാഗ് എന്ന് ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം നിങ്ങൾക്കൊരു യാത്ര പോകാൻ ഒക്കെ ഉള്ള ഒരു എക്സിക്യൂട്ടീവ് സ്റ്റൈലാണ്. ഈ സൈഡിലൊക്കെ നമ്മൾ സ്റ്റീലാണ് ഇട്ടിട്ടുള്ളത്. ഇവിടെയൊക്കെ ശരിക്കും കടയിൽ നമ്മൾ കൊടുക്കുന്നത് പ്ലാസ്റ്റിക്കാണ്. പ്ലാസ്റ്റിക്കിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ എവിടെയെങ്കിലൊക്കെ കൊളുത്തി വലിച്ചാൽ അത് പൊട്ടിപ്പോവും. ഈ സ്റ്റീലാകുമ്പോൾ അത് പൊട്ടിപ്പോവില്ല. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ സിബൊക്കെ നമ്മൾ 8ൻ്റെ ആണ് കൊടുത്തിട്ടുള്ളത്. സിബും റണ്ണറൊക്കെ 8 ആണ്. ഈ സാധനമൊന്നും ഒരിക്കലും നമ്മളത് നാശമായി പോവില്ല. ഓൺലൈനിൽ നിന്ന് വരുന്ന ഏറ്റവും കൂടുതൽ ബാഗിന് കംപ്ലയിൻറ്റ് വന്നിട്ട് നമ്മളടുത്ത് ഇവിടെ തയ്ക്കാൻ കൊണ്ടുവരുന്നത് ഈ സിബിൻ്റെ പ്രശ്നമാണ്. ഇതിന് നമ്മൾ 1 വർഷത്തെ ഗ്യാരണ്ടി തന്നെ കൊടുക്കുന്നുണ്ട്. ആ 1 വർഷത്തെ ഗ്യാരണ്ടിയിൽ നിങ്ങൾക്ക് ബാഗ് പിന്നി വന്നാൽ പുതിയ ബാഗിനായിട്ട് നമ്മൾ അത് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ ബാഗുകളും നമ്മൾ തയ്ച്ചുണ്ടാക്കുകയാണ്. ഇതിപ്പോൾ ഒരു ബാഗിൻ്റെ ഫ്രണ്ട് ഭാഗം ഇപ്പോൾ നമ്മൾ തയ്ച്ച് പകുതി ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ കടയിലൊക്കെ ഇങ്ങനത്തെ ബ്ലാക്കാണ് ഇതിൻ്റെ അടിയിലൊക്കെ ഉപയോഗിക്കൽ. നമ്മളിത് കുറച്ചും കൂടെ ക്വാളിറ്റിയുള്ള നല്ലൊരു ലൈനിങ്ങാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതുണ്ടോ, ഇങ്ങനെയാണ് വരിക. ഇതിന് മറിച്ച് ഇതിൻ്റെ ഉള്ളിലൊരു സാധനം വരും V3. ഇതാണ് നമ്മളെ ബ്രാൻഡഡ് നെയിം വരുന്നത്. അടുത്തതായിട്ട് വരുന്നത് ഇത് ട്രക്കിംഗ് ബാഗാണ്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് നമ്മൾ, ചെറിയൊരു ബാഗാണ് ട്രക്കിംഗ് ആയിട്ട് വരുന്ന ഈ ബാഗുകൾ ചെയ്യുന്നത്. ഇതിൻ്റെ വലുത് വരുന്നത് ഇതാണ്. അതിൻ്റെ വലുത് വരുന്നത് ഇതാണ്. അതിൻ്റെ വലുത്. നമുക്ക് ഈ ബാഗിലൊക്കെ നമ്മളെ നെയിം ഉണ്ടാവും, V3 ബാഗ്സ് എന്നുണ്ടാവും. ഇത് വരുന്നത് 90 ലിറ്ററിനാണ്. ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ മേലൊക്കെ നമ്മൾ സ്ട്രാപ്പ് വെച്ചിട്ടാണ് അടിച്ചിട്ടുള്ളത്. ഈ ക്ലിപ്പാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പോല്. അതിന് നമ്മൾ ഏറ്റവും ടോപ്പ് ക്ലിപ്പ് തന്നെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അടിയിൽ അതുമായി നമ്മൾ വെക്കുമ്പോൾ ചളിയാകാതിരിക്കാൻ വേണ്ടിയിട്ട് 2 സാധനം ഇതിൽ അടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിൽ തന്നെ ഇത് പറഞ്ഞ പോലെ തന്നെ നമ്മളെ ലേബിളും നമ്പറും കാര്യങ്ങളൊക്കെ ഈ ബാഗിലുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഈ ബാഗ് നിർമ്മാണ മേഖലയായിട്ട് എത്ര വർഷത്തോളമായിട്ട് നമുക്കിതൊരു 10-20 വർഷം ഗൾഫിലായിരുന്നു നമ്മളുണ്ടായിരുന്നത്. അപ്പോൾ കൊറോണ ഒക്കെ വന്ന് കുറച്ച് സാമ്പത്തികത്തിൻ്റെ ഒരു പ്രശ്നമൊക്കെ വന്നപ്പോൾ അങ്ങനെ നാട്ടിൽ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്താണ്. ഇപ്പോൾ നമുക്ക് കൽപ്പറ്റ ഒരു സ്ഥാപനമായി. അപ്പോൾ കൽപ്പറ്റ അറിയാലോ, അനിയനാണ് ഇരിക്കുന്നത്. പിന്നെ ലേഡീസിൻ്റെ കോളേജ് ടൈപ്പ് ബാഗുകളാണ് ഇതൊക്കെ. പാരീസ് ഇതൊക്കെ നമ്മൾ കൊല്ലത്തിലും ഡബിൾ ലെയറായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിലൊന്നും വെള്ളം ഇറങ്ങൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പം തന്നെ കാണിച്ചു തരാം. വെള്ളം ഒഴിച്ചിട്ട് തന്നെ കാണിച്ചു തരാം. വെള്ളം ഉള്ളിലോട്ട് ഇറങ്ങും എന്ന് ആളുകൾ വിചാരിക്കും. അപ്പം നമ്മളത് ചെയ്തിട്ടില്ല എന്നുള്ളതിനാണ് വെള്ളം ഒഴിച്ചിട്ട് തന്നെ കാണിച്ചത്. ചേമ്പിൻ്റെ ഇലയിൽ വെള്ളം ഒഴിച്ച മാതിരി ആയിരിക്കും ബാഗുമ്മേ. വെള്ളം ഉള്ളിലോട്ട് ഇറങ്ങൂല.
ഇത് ലേഡീസ് ബാഗുകളാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേഡീസ് ബാഗിൻ്റെ ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ കയ്യിൻ്റെ ഭാഗമാണ്. ഇവിടെയാണ് കംപ്ലൈൻറ്റ് വരിക. നമ്മൾ ഡബിൾ ആയിട്ട് തന്നെ കംപ്ലൈൻറ്റിൻ്റെ ആവൃത്തി ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് വരുന്നത് ലേഡീസ് ബാഗ് കഴിഞ്ഞ് വരുന്ന പിന്നെ നമ്മളെ കിറ്റാണ്. കുട്ടികളെ ലഞ്ച് ബോക്സ് എന്ന് പറയും. ഈ ലഞ്ച് ബോക്സൊക്കെ നമ്മളത് അത്രയും ഒരുപാട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇതിൻ്റെ സൈഡിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഒരു ബോട്ടിലുള്ള ടൈപ്പ് കുറച്ചും കൂടെ വലുപ്പമുള്ള ടൈപ്പ് ലഞ്ച് ബോക്സുകളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്.